രാജൻ ബാബു എന്ന സ്വയം പ്രഖ്യാപിത തന്ത്രി മുരാരി തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ഞാനല്ലേ സംസാരിക്കുന്നത്. ബാധയൊഴിപ്പിക്കുവാൻ വേണ്ടി 16 വയസ്സുകാരിയായ മകളെയും കൊണ്ട് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതാണ്. അമ്മയെ പുറത്തിരുത്തിയിട്ട് പൂജാമുറിയിലേക്ക് ആ പെൺകുട്ടിയുമായി കയറിപ്പോയ ഈ മനുഷ്യൻ ആ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. എന്തൊക്കെ ക്രൂരതകളാണ് ആ മുറിക്കുള്ളിൽ അരങ്ങേറിയത് എന്ന് നമുക്കറിയില്ല. ആ മുറിയുടെ ഭിത്തിയിൽ വരെ ചോരപ്പാടുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഭയന്ന് നിലവിളിച്ച് പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ള വാർത്തകൾ വരുന്നു. അതുകൂടാതെ വീടിന്റെ പിന്നാമ്പുറത്തുകൂടി ഉടുതുണിയില്ലാതെ തന്ത്രിയും ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ ഇപ്പോൾ ഭരണിക്കാവിലുള്ള ഒരു ലോഡ്ജിൽ നിന്നും പോലീസ് പൊക്കിയിട്ടുണ്ട്. ഈ തന്ത്രിയെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. താന്ത്രിക വിദ്യകളെക്കാൾ അധികം അദ്ദേഹം അറിയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ റീലുകൾ ചെയ്ത് പ്രശസ്തി ആർജിച്ച തന്ത്രി എന്നുള്ള രീതിയിലാണ്. മാപ്പിളപ്പാട്ടുകളൊക്കെ റീലുകളായി പാടി അദ്ദേഹം പുറത്തേക്ക് വിടുമ്പോൾ തുടരെ ആദ്യ സമയത്ത് ട്രോളുകൾ അയാൾക്കെതിരെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിമാനായ ഇയാൾ വളരെ വിദഗ്ധമായി ജനപിന്തുണ പിടിച്ചു പറ്റിക്കളഞ്ഞു. അത് അല്ലറ ചില്ലറ ചാരിറ്റികളൊക്കെ നടത്തിയിട്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ദുരിതത്തിലായിരിക്കുന്ന ആൾക്കാർക്ക് അരിയും അതുപോലെയുള്ള അവശ്യ വസ്തുക്കളുമൊക്കെ വിതരണം ചെയ്യുവാനായി അദ്ദേഹം തന്നെ വലിയ ചാക്കുകെട്ടുകളൊക്കെ ചുമന്ന് വണ്ടിയിൽ കയറ്റുന്ന റീലുകളൊക്കെ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ ചാരിറ്റി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തുള്ള പകയും വെറുപ്പും വിദ്വേഷവും എല്ലാം അങ്ങ് അകന്നു പോകും. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹം എല്ലായ്പ്പോഴും അംഗീകരിക്കുന്നത് സ്വാഭാവികമാണ്. ആ വഴിയിൽ തന്നെയാണ് അദ്ദേഹവും ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയത്. ഇയാളുടെ ചരിത്രം ആ നാട്ടുകാർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തിയിരുന്ന ഒരാളായിരുന്നു എന്നാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറി. അധികം വൈകാതെ ഓട്ടോറിക്ഷയും ഉപേക്ഷിച്ച് തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ വേഗത്തിൽ ക്ലച്ച് പിടിക്കുവാൻ സാധ്യതയുള്ള ബിസിനസ്, അത് ഭക്തിമാർഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലേക്ക് തിരിഞ്ഞു. അധികം വൈകാതെ അത് 100% ക്ലച്ച് പിടിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സാക്ഷരതയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മന്ദബുദ്ധികളായ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് കേരളം എന്നുള്ളത് ഇത്തരം ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമായ ഭക്തിയെ തന്നെ കൂട്ടുപിടിച്ചു. അതോടുകൂടി ആള് വേറെ ലെവലിലെത്തി. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അദ്ദേഹത്തിന് ധാരാളം ഭക്തജനങ്ങളും ഉണ്ടായി. അയാൾ തന്നെ അയാളെ മാർക്കറ്റ് ചെയ്തു. ആ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ISROയിലെ ബിരുദന്മാർ വരെ വീണുപോയി എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അതായത് റോക്കറ്റ് വിക്ഷേപിക്കുവാൻ പോലും നേരം കുറിച്ചു കൊടുക്കുന്നത് അയാളാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് അയാൾ വീരവാദം അടിക്കുന്നതൊക്കെ കേട്ടു. അത് ശരിയായ പ്രസ്താവനയാണെങ്കിൽ മുകളിൽ പ്രസ്താവിച്ച മന്ദബുദ്ധികളുടെ കൂട്ടത്തിൽ സയന്റിസ്റ്റുകൾ വരെ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ആശാൻ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, അകത്തായിരിക്കുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു ഒരു സഹോദരൻ അയാളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് ഇടിച്ച് കൊച്ചിനെ കൊണ്ട് ഇടിച്ചാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങോട്ടോട്ടെല്ലാം റൂമാണ് മൊത്തം. എന്ന് പറഞ്ഞാല് ഇവര് ജ്യോതിഷം നോക്കാൻ എന്തോ വന്നതാണ്. അപ്പൊ അന്ന് ഇവര് ഫാമിലി അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവര് പുറത്തിരുത്തിട്ട് ഇവരെ അകത്ത് പൂജ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. കഥടച്ച് കഥടച്ചതാണ്. കഥടച്ച് പൂജ നടക്കാന്നുള്ള ഒരു മണിക്കൂർ എന്തോ സംതിങ് ആയി. എന്നിട്ടും കാണാതെ വന്ന് പിന്നെ കൊച്ച് കരഞ്ഞിട്ട് ഇറങ്ങി ഓടി വന്നതാണ് പറഞ്ഞത്. അവൻ വിളിച്ച വിവരം മാത്രമേ നമുക്കറിയൂ, ഡയറക്റ്റ് നമുക്കറിയില്ല. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ കൊച്ചു കരഞ്ഞിട്ട് ഇറങ്ങിയെന്ന കൈ എന്തോ മുറിഞ്ഞിട്ടുണ്ടോ കൊച്ചു. അപ്പോ ഇതിനകത്ത് കേറുന്ന മാത്രമല്ല, ഇതിനകത്ത് റൂമുണ്ട്, റൂമിന് എല്ലാം ഓപ്പൺ ഉണ്ട്. ഇപ്പം അതുവഴി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ആയിട്ടുണ്ട്. അപ്പം കൊച്ചിനെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. കൊച്ചു അവിടെ നിന്നാണ് ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. ഓപ്പണിങ് ഇതാണ്. അപ്പൊ അവരെ ഇവിടാണ് ഇരുത്തിയെന്ന് പറയുന്നത്. ഇവിടെ ഇരുത്തിയത് റൂമില്. എന്നിട്ട് ഇവൻ കൊച്ചിനെ കൊണ്ട് ഇതുവഴി അകത്താണ് പോയത്. അവിടെ റൂമുണ്ടല്ലോ, ഇതൊരു റൂമാണ്. അപ്പൊ ഇതുവഴി ഇതിനകത്തല്ല, ഇതുവഴി പുറത്തിറങ്ങാൻ പറ്റും. വേറെ ഡോറുണ്ട്. വേറെ ഡോറുണ്ട്. അപ്പൊ ഇതുവഴി പുറത്തിറങ്ങിയിട്ട് ഇതുവഴി പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇതുവഴി ഇവൻ വീണ്ടും ഈ റൂമിലോ, ഇതൊരു റൂമാണ്, ഒത്തിരി റൂമുണ്ട് ഇതിനകത്ത്, കുറെ ഉണ്ട്. ഈ റൂമിൽ കൊണ്ടുപോയിട്ടാണ് കൊച്ചിനെ അബ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. കൊച്ചിനെ കൊണ്ടുവച്ച് കണ്ട് ഭിത്തിയിലൊക്കെ ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഇതിനകത്ത് ബ്ലഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇടിച്ചിട്ട് ബ്ലഡൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിനകത്ത് കൊണ്ട് ചിടിച്ച അതിന് ശേഷമാണ് കൊച്ചിറങ്ങി ഇവിടുന്ന് ഓടുന്നതെന്ന് പറഞ്ഞത്. കഥം തുറന്ന് ഇറങ്ങി ഓടുന്നത് ഇതിനകത്താണ്.
ഇത് എപ്പോഴാണ് സംഭവം കറക്റ്റ്? സംഭവം ഒരു 5 മണി ആ സമയത്ത് 5 മണിയായിട്ടാ? ഒരു 6 മണിക്ക് ശേഷമാണ് ഇവൻ ബാക്കിൽ കൂടെ ഇറങ്ങി പോയെന്ന് ഇപ്പൊ നാട്ടുകാർ കണ്ടെന്ന് പറയുന്നത്. ഈ പോലീസ് വന്നപ്പോഴാണ് ബാക്കിലൂടെ ഇറങ്ങി ഓടിയേ? അല്ല, അതിന് മുന്നേ പോയോന്ന് അറിയില്ല. എന്തായാലും പോലീസ് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടി വന്നതല്ലയോ? രക്ഷപ്പെട്ട് ഇറങ്ങി അമ്മയുടെ ഓടി ചെന്നതാണ്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും ഫ്രണ്ടിൽ കൂടെ പോയിട്ടില്ല. അവൻ ബാക്ക് ഡോറിൽ കൂടെ വൈഫിന്റെ എന്തോ സഹായത്തോടെ മുങ്ങിയതാണ് അവൻ. അവന്റെ വണ്ടി ഒരെണ്ണം പുറത്തുണ്ടായിരുന്നു. അപ്പം പുറത്ത് അതുവഴി പോയതാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങളപ്പോ അറിയത്തില്ല. എന്തായാലും ആളകത്തായെങ്കിലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത മലയാളി ഇനിയും ഇതുപോലെയുള്ള ധാരാളം കെണികളിൽ പോയി വീഴും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളതാണ്. അതുകൊണ്ട് സംസാരിച്ചേ പറ്റൂ ഈ വിഷയത്തെക്കുറിച്ച്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ട്, മൊബൈൽ ഫോണും ഇന്റർനെറ്റും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രയും അങ്ങനെ സർവത്ര ശാസ്ത്രീയമായ സകല മേഖലയിലും കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്ന ഒരു അസാധാരണമായ കാലഘട്ടമാണിത്. എന്നിട്ടും ഈ കാലത്ത് ഒരമ്മ തന്റെ 16-കാരിയായ മകളെ ബാധയൊഴിപ്പിക്കുവാൻ വേണ്ടി ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അമ്മയുടെ സാന്നിധ്യത്തിൽ ബാധ ഒഴിഞ്ഞു പോകില്ല, അതുകൊണ്ട് തന്ത്രിയും ബാധകയേറിയ കുട്ടിയും മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് തന്ത്രി അമ്മയെ ഒഴിവാക്കുന്നു. ഈ തിരുവായ്ക്കെതിരുവാ പറയാൻ പാടില്ലാത്തത് കൊണ്ട് അമ്മ അത് അനുവദിക്കുന്നു. മൗനാനുവാദം നൽകി മകളെ അകത്തേക്ക് വിടുന്നു. തുടർന്ന് പൂജാമുറി എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയത് ബെഡ്റൂമിലേക്കായിരുന്നു. അവിടെ വെച്ച് ആ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. ശാരീരികമായും മാനസികമായും ആ കുട്ടി ആക്രമണത്തിന് വിധേയയാവുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് 16 വയസ്സുകാരിയായ കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം. കുറ്റവാളിയായ തന്ത്രി എന്ന് പറയുന്ന ഈ വ്യക്തിയെ തെറി പറയുന്നവരെക്കാൾ അധികം പെൺകുട്ടിയുടെ അമ്മയെ അടിക്കണം എന്ന് പറയുന്നവരാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ആ അമ്മ അങ്ങനെയുള്ള വ്യക്തിയായി തീർന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യം എങ്ങനെ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നു? ഒരമ്മ എങ്ങനെ തൻ്റെ മകളെ ഒരു പുരുഷനൊപ്പം ഒറ്റയ്ക്ക് അയാളുടെ അടച്ചിട്ട മുറിക്കകത്തേക്ക് എന്തു വിശ്വസിച്ചിട്ട് അയക്കാൻ വേണ്ടി തയ്യാറായി? അവിടെയാണ് ഭക്തിയുടെ മാരക വേർഷൻ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെ ഭക്തി എന്നോ അന്ധവിശ്വാസം എന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ അത്തരത്തിൽ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് കുടിയേറി പാർത്തതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് നമ്മുടെ സാമൂഹിക പരാജയമാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പരാജയമല്ല. ആ സ്ത്രീയെ മാത്രം തെറി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ നിർമ്മിച്ച ഒരു സാമൂഹിക അന്തരീക്ഷത്തിന്റെ ഫലമാണിത്. ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ വളരെയധികം ചിരിപ്പിച്ച മറ്റൊരു സീൻ വെളിപ്പെട്ടു. അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കൊടിയും പിടിച്ചുകൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ഈ ആൾക്കാർ ഇത് BJP-ക്കാരാണ്. ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്ത് വരികയാണെന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ട് അവരെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നു. ആ പ്രതിരോധം മറികടന്നു പോകുവാനുള്ള പരിശ്രമവും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. കാലഘട്ടങ്ങളായി ചാരായം വാറ്റി വിറ്റുകൊണ്ടിരുന്ന ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വേഷം മാറി തന്ത്രിയായി ഇവിടെ എത്തുകയാണ്. സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു. കണ്ടമാനം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ടായി. ഇതൊക്കെ സംഭവിച്ചിട്ടും അതിനെതിരെ കമാന്നൊരക്ഷരം മിണ്ടുവാൻ ഇത്രയും കാലമായിട്ടും നിങ്ങളാരും തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യൻ താന്ത്രിക വിദ്യകൾ പഠിക്കുകയും ദൈവത്തിന്റെ പ്രതിനിധിയായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്യണമെങ്കിൽ അതിന്റെ പിൻപിൽ എത്രമാത്രം കഠിനാധ്വാനവും സമർപ്പണവും ഒക്കെ ഉണ്ടാവണം. എത്രമാത്രം സംശുദ്ധമായ ജീവിതമായിരിക്കണം അയാളുടേത്. പക്ഷെ ഇവിടെ ചാരായ കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്ത്രിയായി മാറിയപ്പോൾ നിങ്ങൾക്കാർക്കും അതിൽ യാതൊരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ പീഡന പ്രശ്നം ഉന്നയിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപാണെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കാർ ഇയാൾ ഉടായിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഇയാളുടെ പ്രസ്ഥാനം പൊളിക്കുവാനും ഇത് പൂട്ടിക്കുവാനും മുൻപോട്ടിറങ്ങി തിരിച്ചിരുന്നെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭം ഉന്നയിക്കുകയും വിശ്വാസത്തെ തൊട്ടുകളിക്കുവാനും ഹിന്ദുവിനെ വ്രണപ്പെടുത്തുവാനും ഇറങ്ങിത്തിരിച്ചു എന്ന പേരിൽ വേണമെങ്കിൽ സംസ്ഥാനമൊട്ടാകെ കലാപങ്ങൾ സൃഷ്ടിക്കുവാനും ഈ പാർട്ടി തന്നെ തയ്യാറായനെ.
അതെ, BJPയുടെ കാര്യമാണ് പറയുന്നത്. 100% സത്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആചാര സംരക്ഷകരാണ്, വിശ്വാസ സംരക്ഷകരാണ്. അത് ചെയ്യുന്നത് ആരാണെന്നോ ആ വിശ്വാസം കഴമ്പുള്ളതാണെന്നോ പരിശോധിക്കുവാൻ നിങ്ങൾ തയ്യാറാവില്ല. അങ്ങനെ പരിശോധിക്കുവാൻ നിങ്ങൾ സമൂഹത്തിനോട്ട് അവസരവും നൽകില്ല. പക്ഷേ അതിനെതിരായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ നിങ്ങൾ അടുത്ത ദിവസം തന്നെ കലാപാന്തരീക്ഷം നാട്ടിൽ സൃഷ്ടിക്കുവാൻ തയ്യാറാവും. അവിടെ നിങ്ങൾ വർഗീയത പറയുകയും 4 വോട്ടിന് വേണ്ടി മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാൻ ഭക്തിയും മതവും ഒക്കെ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്യും. ഈ കാഴ്ചകളൊക്കെ മുൻപ് നമ്മൾ കേരളത്തിൽ പല ആവർത്തി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നിടത്തോളം, അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെയുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ നാട്ടിൽ കലാപമുണ്ടാക്കുവാൻ സദാ സന്നദ്ധരായി നിൽപ്പുണ്ട് എന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞാടുവാനുള്ള അന്തരീക്ഷവും മണ്ണുമാണ് എന്ന് മനസ്സിലാക്കി മുരാരി ബാബുവിനെ പോലെയുള്ളവർ ഓരോ ദിവസവും ഇവിടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അതിനെ ചോദ്യം ചെയ്യുവാൻ ആരെയും അനുവദിക്കാത്തത് കൊണ്ടുമാണ് പാവപ്പെട്ട ധാരാളം ആൾക്കാർ ഇതിൻ്റെയൊക്കെ ബലിയാടായി മാറിക്കൊണ്ടിരിക്കുന്നതും. വിശ്വാസം മനുഷ്യനെ രക്ഷപ്പെടുവാനുള്ളതാണ്, പക്ഷേ എല്ലാ വിശ്വാസവും മനുഷ്യനെ രക്ഷിക്കില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള അധികാരം മനുഷ്യർക്ക് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അടുത്ത ദിവസം ഇവിടെ കലാപം സൃഷ്ടിക്കപ്പെടും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയെ കുറ്റക്കാരിയാക്കി മാറ്റുവാൻ കഴിയുന്നത്? തന്ത്രിയുടെ അടുത്തേക്ക് ചെന്നാൽ ചില പൂജകൾ ചെയ്താൽ എൻ്റെ മകളുടെ ബാധ ഒഴിയും എന്നുള്ളത് അവർ കണ്ടുപിടിച്ചൊരു മാർഗമല്ല. കാലങ്ങളായി ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതിന് കാര്യമായി പ്രചാരം നിങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നൽകുകയും ചെയ്യുന്നത്. അത് കണ്ടിട്ട് പാവപ്പെട്ടവർ വിശ്വസിച്ചു പോവുകയാണ്. ഇത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ബോധവൽക്കരണം നടത്തേണ്ട ആൾക്കാർ തന്നെ അത് ശരിയാണ് എന്ന് പറഞ്ഞു കേൾപ്പിക്കുവാനും അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കുവാനും ശ്രമിക്കുമ്പോൾ ഈ അമ്മ ഒരു കുറ്റവാളിയല്ല, അവരൊരു ഇരയാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്ത സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഇര. എന്നിട്ടിപ്പോൾ കള്ളി വെളിച്ചത്താകുമ്പോൾ അവിടെ ക്രെഡിറ്റ് എടുക്കുവാൻ നിങ്ങൾ തന്നെ കൊടിയും പിടിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഇത് കാണുമ്പോൾ സത്യം പറയാനോ പുച്ഛമാണ് തോന്നുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് 16 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കമന്റ് എഴുതുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആ സ്ത്രീയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ച വിശ്വാസത്തെയാണ് അവർ ഫോളോ ചെയ്തത്. അതിൽ അവർ വിജയിച്ചില്ല, പരാജയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതകൾ നിർത്തലാക്കുവാൻ വേണ്ടി മുൻകൈയെടുത്തിറങ്ങണം. അതിന് കൊടി പിടിക്കുവാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടോ? ഇല്ലായെങ്കിൽ നാളെയും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് നമ്മുടെ സമൂഹത്തിന്റെ വളരെ ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള പേക്കൂത്തുകളെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ നിങ്ങൾ സംരക്ഷിക്കുന്നിടത്തോളം ഇതുപോലെയുള്ള അമ്മമാരും പെൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇയാൾ കള്ളനാണ് എന്നുള്ളത് കൊട്ടാരക്കരയിലെ നാട്ടുകാർക്കറിയാം. പക്ഷേ ഇത്രയും കാലം അവരാരും തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ വന്നിട്ടില്ല. അവരും മൗനാനുവാദം നൽകി. തട്ടിപ്പുകാരൻ തിന്നു കൊഴുത്തു വലിയ സാമ്രാജ്യമുണ്ടാക്കി ഭക്തിയുടെ മറവിൽ ആറാടുമ്പോഴും അതിനെ കണ്ടിട്ട് കാണാത്തതുപോലെ നടന്ന ഒരു ജനത. അയാൾ അംഗീകരിക്കപ്പെട്ടവനായി മാറി, അയാൾ ആദരിക്കപ്പെട്ടവനായി മാറി. ഒടുവിൽ അയാൾ ചാനൽ ചർച്ചകളിൽ പോലും അതിഥിയായി എത്തപ്പെട്ടു. ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ അർത്ഥം എന്താണ്? ഭക്തി എന്ന വിഷയത്തിൽ സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ സമൂഹം കണ്ടത് മുരാരി ബാബുവിനെയാണ്. അയാൾക്ക് ലഭിക്കുന്ന അംഗീകാരമല്ലേ അത്? അയാൾ 24 ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിൽ പോയി കിടന്നുകൊണ്ട് അർമാദിക്കുകയാണ്. അയാൾ പറയുകയാണ്, റോക്കറ്റ് വിക്ഷേപിക്കുവാൻ നേരം കുറിച്ച് കൊടുക്കുന്നത് പോലും ഞാനാണ് എന്ന്. ആർക്ക് നേരം കുറിച്ച് കൊടുത്തു? വിദ്യാഭ്യാസമുള്ള, ശാസ്ത്രബോധമുള്ള, വലിയ തലയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ സയന്റിസ്റ്റുകൾക്ക് അയാൾ നേരം കുറിച്ച് കൊടുത്തുവെന്ന്. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ ഈ മുരാരി തന്ത്രിയുടെയൊക്കെ അടിമയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാവം അമ്മയെ കുറ്റക്കാരിയാക്കുന്നത്? തന്റെ മകൾക്ക് വന്ന മാനസികമായ വ്യതിചലനങ്ങൾ അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ചിന്തിക്കാതെ അതൊരു ബാധയാണ്, ആ ബാധ ഒഴിപ്പിക്കുവാൻ ഈ തന്ത്രിയുടെ അടുത്ത് എന്നാൽ മതിയെന്ന് അവരെ ആരാണ് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്? പെട്ടെന്നൊരു ദിവസം ഒരു വെളിപാടുണ്ടായിട്ട് അവർ അവിടേക്ക് പോയതല്ല. ISROയിലെ ശാസ്ത്രജ്ഞന്മാർ മുതൽ ഇവിടുത്തെ ആചാര സംരക്ഷകരായ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ ഇവിടെ കുറ്റക്കാരാണ്. നിങ്ങളാണ് ആ അമ്മയെയും കുഞ്ഞിനെയും അയാളുടെ അരികിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ മാറേണ്ടത് നമ്മുടെ സമൂഹമാണ്. ആ സമൂഹത്തിന് മാറ്റം വരാത്തിടത്തോളം ഇനിയും ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, അയാളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും നിയമപരമായി അവൾക്ക് സമ്മതം കൊടുക്കുവാൻ പോലും അവകാശമില്ലാത്ത പ്രായമാണ്.
അവളെ അടച്ചിട്ടൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ശാരീരികമായി പീഡിപ്പിക്കുവാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റം തന്ത്രിയുടേത് തന്നെയാണ്. അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമവും നീതിപീഠവുമാണ്. പക്ഷേ നാം ഇവിടെ ചോദിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ മനുഷ്യന്റെ പൂർവ്വകാലം അത് നിങ്ങൾക്കറിവുള്ളതായിരുന്നില്ലേ? അയാൾ ഒരു ചാരായം വാറ്റുകാരനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? മന്ത്രവും തന്ത്രവും ആചാരങ്ങളും ദൈവത്തിന്റെ പേരും പിന്നെ സോഷ്യൽ മീഡിയ റീലുകളും പാട്ടുകളും വൈറാലിറ്റിയും അങ്ങനെ പതിയെ പതിയെ അയാൾ ഒരു വലിയ സംഭവമായി മാറുകയാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൈവിക മനുഷ്യനായി മാറുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് കണ്ടിട്ടും ജനങ്ങൾ അയാളെ ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനും തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, അയാളെ വിശ്വസിച്ചു, അയാളെ ഭയപ്പെട്ടു, അയാളെ ആരാധിക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു സത്യമുണ്ട്. ഈ ദൈവം അദ്ദേഹം അപകടകാരിയൊന്നുമല്ല. ദൈവത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് അപകടകരമായി മാറുന്നത്. ഇന്ന് മുരാരി ബാബു എന്നയാള് ധനാഢ്യനായി മാറി. വലിയ വീട്, ഉന്നത ബന്ധങ്ങൾ, വില കൂടിയ ജീവിതശൈലി, വിദേശയാത്രകൾ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? സാധാരണക്കാരന്റെ ഭക്തിയിൽ നിന്ന് വന്നതാണ്. മറ്റുള്ളവന്റെ ഭയത്തിൽ നിന്ന്, മറ്റുള്ളവന്റെ വേദനയിൽ നിന്ന്, രോഗിയായ മനുഷ്യന്റെ ദയനീയതയിൽ നിന്ന്, കടത്തിൽ മുങ്ങിയ കുടുംബങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, മാനസിക തകർച്ച സംഭവിച്ച ജനത്തിന്റെ പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കകത്തു നിന്നാണ് ഇയാൾ ഇത്രയും ധനാഢ്യനായി മാറിയത്. ഇത്രമാത്രം പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്കുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം അത് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവിടേക്ക് എത്തിയാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ കൊടുക്കുവാൻ ഇവിടെ ആരുമില്ല. ഇവിടെ ദൈവത്തിന് വേണ്ടി ചാകാൻ നിൽക്കുന്ന ആൾക്കാർ കണ്ടമാനമുണ്ട്. പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന മനുഷ്യനെ കാണുമ്പോൾ അവർ തന്നെ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് എന്നാൽ മതി, അവിടെ പറയുന്ന ചില ആചാരവിധികളൊക്കെ നിർവഹിച്ചാൽ മതി, അവിടെ ഒരു തന്ത്രിയുണ്ട്, അല്ലെങ്കിൽ ഒരു സിദ്ധനുണ്ട്, പ്രശ്നങ്ങളെയൊക്കെ നുള്ളിയെടുക്കും, വേഗം അങ്ങോട്ട് വിട്ടു, അവിടെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ആൾക്കാരെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഇവിടെ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്, അത് അവഗണിക്കപ്പെടുകയാണ്. കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, മരുന്നുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, മാനസികാരോഗ്യ വിദഗ്ധന്മാരുണ്ട്. അവരൊക്കെ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. അവിടേക്കൊന്നും ആരെയും ആരും പറഞ്ഞു വിടുന്നില്ല. ഇവിടെയാണ് പൂജ ചെയ്താൽ ശരിയാകും, ബാധ ഒഴിപ്പിക്കണം, വേണ്ടി വന്നാൽ നരബലി ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കുവാൻ പാവപ്പെട്ടവർ റെഡിയാണ്. ഇവിടെ ഏറ്റവും വലിയ രസകരമായ കാര്യം, ദൈവം എല്ലാവർക്കും എല്ലാം സൗജന്യമായിട്ട് നൽകുന്ന ആളാണ്. പക്ഷേ സൗജന്യക്കാരനായ ദൈവത്തിന്റെ ഇടനിലക്കാർ ആ ദൈവത്തിന്റെ പേരിൽ മഹാസമ്പന്നന്മാരായി മാറിയിരിക്കുകയാണ്. അവരെ ഒന്ന് കാണണമെങ്കിൽ പോലും ലക്ഷങ്ങൾ കാണിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇവിടെ ജനത്തിന്റെ അജ്ഞതയെ മുതലെടുക്കുകയാണ് വലിയൊരു കൂട്ടം ആൾക്കാർ. സത്യത്തിൽ പല ബാധകളും, ഈ ബാധ എന്ന് പറയുന്നത് എന്താണ്? ആങ്സൈറ്റി, ഡിപ്രഷൻ, മെന്റൽ ഡ്രോമ, ഹോർമോണൽ ഇഷ്യൂസ്, ഫാമിലി സ്ട്രെസ്, ഇങ്ങനെ ഇതിൽ കൂടിയൊക്കെ വരുന്ന പല മാനസിക വിഭ്രാന്തികളാണ്. ഇവയെല്ലാം ശാസ്ത്രീയമായി ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ നാം എന്താണ് ചെയ്യുന്നത്? മരുന്നിന് പകരം മന്ത്രം, കൗൺസിലിങ്ങിന് പകരം പൂജ, ഡോക്ടർക്ക് പകരം തന്ത്രി. ഇത് വിശ്വാസമല്ല, അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്നുപോലും പറയാൻ പറ്റില്ല. ഇത് അജ്ഞതയാണ്. ഈ അജ്ഞതയെ ഒരു കൂട്ടർ മുതലെടുക്കുകയാണ്. വിദ്യാഭ്യാസമുള്ളവർ പോലും ഇതിൽ വീഴുകയാണ്. എന്തുകൊണ്ട്? കാരണം വിശ്വാസം എന്ന പേരിൽ മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അവൻ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുൻപേ അന്ധവിശ്വാസവും ഭയവുമാണ് അവന്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയം വിശ്വാസത്തെക്കാൾ ശക്തമാണ്. ഇതിനെ വെറും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇത് കുറ്റകൃത്യമാണ്. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അറിവും അക്ഷരാഭ്യാസവും ഇല്ലാത്തവന്റെ ഗ്രാമങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിപ്പോൾ ഇങ്ങ് സൗത്ത് ഇന്ത്യയിലേക്കും ഒരു കൂട്ടം ആൾക്കാർ കെട്ടിയെടുത്തു കൊണ്ടുവന്ന് അത് എഴുതി ചേർക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതികൾ കണ്ട് ഭയപ്പെട്ടു പോയൊരു സ്ത്രീയാണ് ആ അമ്മ. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹം എന്തു പറയും? ഇത് ഒരുപക്ഷെ ദൈവശിക്ഷയാണെങ്കിലോ? ഈ ചിന്തയൊക്കെയാണ് ഇവരുടെ അകത്ത് കാലങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇവിടുത്തെ സമൂഹം തന്നെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. തൻ്റെ മകൾ എത്രയും പെട്ടെന്ന് സുഖപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ആ അമ്മ ആ കുട്ടിയുമായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. സമൂഹം അവരുടെ ഉള്ളിൽ കുത്തി നിറച്ചു വെച്ച വിശ്വാസത്തിന്റെ തീവ്രതയിലാണ് ആ കുട്ടിയെ അവർ അയാൾക്കൊപ്പം ആ മുറിയിലേക്ക് കയറ്റി വിടുവാൻ പോലും തയ്യാറായത്. കാരണം സമൂഹം പറയുന്നത്, ബന്ധുക്കൾ പറയുന്നത്, ഇത് ദൈവശക്തിയുള്ളയാളാണ്, ഇയാൾ സിദ്ധനാണ്, ഇയാൾ തന്ത്രിയാണ് എന്നൊക്കെയാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആരും വന്നിട്ടില്ല. അത് കാപട്യമാണ് എന്ന് പറഞ്ഞ് പൊളിച്ചടുക്കുവാൻ ആരും വന്നിട്ടില്ല. അയാൾ ദൈവശക്തിയുള്ളയാളാണ് എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ അമ്മയുടെ പരാജയമല്ല. ഇതിൽ നിന്നും നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നാളെയും ഇത്തരത്തിലുള്ള കെണികളിൽ ഒരുപക്ഷെ ആൾക്കാർ പോയി വീഴാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴെങ്കിലും അല്പം വെളിവും ബോധവും അകത്തുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ചിന്തിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ മക്കൾക്ക് നാളെ ഇത്തരത്തിലുള്ള ദുർവിധി ഉണ്ടാവുകയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.